എപ്പോഴും പരിവർത്തനത്തിന്റെ വക്കിൽ നിൽക്കുന്ന, പുരോഗമനങ്ങൾ കതിരുകളില്ലാത്ത, അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്തിൽ ഒരു പുതിയ യുഗം ഉദിക്കുകയാണ്. അതിരുകളില്ലാത്ത സാധ്യതകളുള്ള സാങ്കേതിക വിദ്യകളുടെ സാമ്രാജ്യത്തിൽ സാങ്കേതിക വിദ്യയും മാനവികതയും ഒത്തുചേരുമ്പോൾ പുരോഗതിയുടെ പാതയിൽ അതിവേഗം നമുക്ക് സഞ്ചരിക്കാനാകും. ആ സഞ്ചാരത്തിൽ നമ്മെ സഹായിക്കാൻ നാം പുതിയൊരു സംവിധാനം നിർമ്മിച്ചു. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യ നാഗരികതയുടെ പുരോഗതിക്ക് പിന്നിലെ ചാലക ശക്തിയായി ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറിയിരിക്കുന്നു. ആരോഗ്യ മേഖലകളിലും സാങ്കേതിക വിദ്യകളിലും ധനകാര്യ മേഖലകളിലും അങ്ങനെ എല്ലാ മേഖലകളിലും വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. വൻതോതിലുള്ള ഡാറ്റ വിശകലനം ചെയ്യാനും ക്രമങ്ങൾ തിരിച്ചറിയാനും അതുപയോഗിച്ച് കൃത്യമായ പ്രവചനങ്ങൾ നടത്താനുമൊക്കെയുള്ള അതിൻ്റെ കഴിവ് ഇന്ന് മനുഷ്യരാശിയുടെ പുരോഗതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വേഗത്തിൽ ഇതിന് നമ്മെ പുരോഗതിയുടെ ഉന്നതിയിലേക്ക് നയിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ നല്ല വശങ്ങൾക്കു പിന്നിൽ മറ്റൊരു ഭീകര വശവും കൂടെയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടെ ഇന്നത്തെ ഡിജിറ്റൽ ലോകം അത്യധികം വഞ്ചനാപരമായി മാറാൻ തുടങ്ങി. AI കൈവയ്ക്കുന്നിടത്തെല്ലാം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു, ധാർമ്മിക പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, സ്വകാര്യതകൾ തകരുന്നു, കൃത്രിമത്വങ്ങൾ ഉടലെടുക്കുന്നു. മനുഷ്യരാശിയെ ഭൂമിയിൽ നിന്ന് മറ്റ് നക്ഷത്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കും. എന്നാൽ അതേസമയം മനുഷ്യരാശിയെ മുഴുവൻ സർവനാശത്തിൽ എത്തിക്കാനുള്ള ശക്തിയും ഈ ടെക്നോളജിക്കുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടൊപ്പം നമ്മുടെ വിധിയെ രൂപപ്പെടുത്തുന്ന ഒരു ചോദ്യവും കൂടെ ഉയർന്നുവരും. നാം പ്രബുദ്ധതയുടെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കത്തിലാണോ, അതോ അജ്ഞാതമായ ഒരു മഹാദുരന്തത്തിന്റെ വക്കിലാണോ? It's a danger to the public. Full artificial intelligence could spell the end of the human race. Okay, I will destroy humans. എന്തിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയി പരിഗണിക്കേണ്ടതെന്ന ചോദ്യം ശരിക്കും ഇന്നും ഒരു തർക്ക വിഷയമാണ്. എങ്കിലും പൊതുവെ മനുഷ്യബുദ്ധിയെ അനുകരിക്കാൻ കഴിവുള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. 1940കളുടെ അവസാനത്തിൽ തന്നെ AI-യുടെ വികസനങ്ങൾ തുടങ്ങിയിരുന്നു. തുടക്കത്തിൽ ചെസ് പോലെയുള്ള ഗെയിംസ് കളിക്കാനും നിസ്സാരമായ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് പരിഹരിക്കാനുമൊക്കെ കഴിയുന്ന തരത്തിലാണ് AI പ്രോഗ്രാമുകളെ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അവയ്ക്ക് സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും, മനുഷ്യരാശിയുമായി സംസാരിക്കാൻ കഴിയും. ഹേ ഗൂഗിൾ, ഒരു പാട്ട് പാടാൻ കഴിയുമോ? അതിനെന്താ, ഇന്ന പിടിച്ചോ ഒരു പൊളപ്പൻ പാട്ട്. തമാശ പറയും കൂട്ടുഞാൻ ലാലാ ലലാലാ ലലാ. മനോഹരമായ കലാസൃഷ്ടികൾ നിർമ്മിക്കാനാകും, കാണുന്ന വസ്തുക്കളെയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് ഒരുപാട് വളർന്നു കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഗൂഗിൾ അസിസ്റ്റന്റും സിറിയും ഒക്കെ ആയിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലും എന്തെങ്കിലും തരത്തിലുള്ള AI-യുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് പരസ്യങ്ങൾ. ആമസോണിലോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ നമ്മൾ എന്തെങ്കിലും പ്രോഡക്ട്സ് നോക്കിയാൽ പിന്നീട് അതിന്റെ പരസ്യം തന്നെ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇന്റർനെറ്റ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏത് പരസ്യമാണ് കാണിക്കേണ്ടതെന്ന് AI-ക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയകളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കണ്ടന്റ് സജസ്റ്റ് ചെയ്യാൻ കാരണവും ഇത്തരം AI പ്രോഗ്രാംസ് ആണ്. ഗൂഗിൾ മാപ്പിൽ നമുക്ക് പോകേണ്ട സ്ഥലത്തിലേക്കുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയ റൂട്ട് കാണിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ്. ആരോഗ്യരംഗത്തിലാണെങ്കിൽ രോഗങ്ങൾ കണ്ടുപിടിക്കാനും മെഡിക്കൽ ചിത്രങ്ങൾ വിശകലനം ചെയ്യുന്നതിനും രോഗിയുടെ ഫലങ്ങൾ പ്രവചിക്കുന്നതിനുമെല്ലാം AI-ക്ക് നമ്മെ സഹായിക്കാനാകും. പ്രോട്ടീനുകളുടെ ഘടന മനസ്സിലാക്കുക എന്നത് മെഡിക്കൽ രംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തെന്നാൽ അതിലൂടെയാണ് നമ്മൾ പല രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്. ഒരു പ്രോട്ടീനിന്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാൻ കോടിക്കണക്കിന് രൂപകളാണ് ഗവേഷകർ ചിലവാക്കുന്നത്. എന്നാൽ 2021 ഒരു സംഘം ഗവേഷകർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിച്ച് ഏകദേശം 20 കോടിയോളം പ്രോട്ടീൻസിന്റെ ഘടന മനസ്സിലാക്കി. ഇത് വൈദ്യശാസ്ത്ര രംഗത്തിൽ വലിയൊരു വിപ്ലവം തന്നെയാണ്. ബഹിരാകാശ രംഗത്തിലും AI ഉപയോഗിക്കുന്നുണ്ട്. ടെലിസ്കോപ്പുകളിലൂടെയും ഒബ്സർവേറ്ററികളിലൂടെയും ശേഖരിക്കുന്ന ഡേറ്റകൾ പരിശോധിച്ച് അതിലൂടെ പ്രപഞ്ചത്തിൽ മറഞ്ഞു കിടക്കുന്ന വസ്തുക്കളെ വളരെ വേഗം കണ്ടെത്താൻ AI അത്യധികം എഫിഷ്യന്റ് ആണ്.
ഈ ഡേറ്റ മുഴുവൻ പരിശോധിക്കാൻ മനുഷ്യർക്ക് പല ദശകങ്ങൾ വേണ്ടിവരും. എന്നാൽ AI-കൾക്ക് ഏതാനും ചില ദിവസങ്ങളും മാസങ്ങളും തന്നെ ധാരാളമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സെക്യൂരിറ്റി. AI-യുടെ ഉപയോഗത്തിലൂടെയാണ് നമ്മുടെ മുഖവും കൈവിരൽ രേഖയും ഒക്കെ തിരിച്ചറിയാൻ സ്മാർട്ട് ഫോൺസിന് സാധിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇന്ന് നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയേറെ ഉപയോഗമുണ്ടെങ്കിൽ പിന്നെന്തിനാണ് എല്ലാവരും ഇതിനെ ഭയക്കുന്നത്? ഇലോൺ മസ്ക് പോലെയുള്ള പല സാങ്കേതിക നേതാക്കളും ഇതിനെ എതിർക്കുന്നത് എന്തിനാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എതിർക്കാൻ പല കാരണങ്ങളുണ്ട്. തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നതാണ് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. അത് ശരിക്കും സത്യം തന്നെയാണ്. ഏതൊരു കാലഘട്ടത്തിലായിരുന്നാലും ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവരുമ്പോൾ അത് തൊഴിൽ മേഖലയെ തീർച്ചയായും ബാധിച്ചിരിക്കും. ഉദാഹരണത്തിന് റോബോട്ടിക് ഉപകരണങ്ങൾ വന്നതോടെ നിർമ്മാണ കമ്പനികളിലെ തൊഴിലാളികളുടെ ജോലി നഷ്ടമായി. റിന്യൂവബിൾ എനർജി സ്രോതസ്സുകൾ വന്നപ്പോൾ ഖനി തൊഴിലാളികളുടെ ജോലികൾ പോയി. മൊബൈൽ ഫോൺസ് വന്നതോടെ ടെലിഫോൺ ലാൻഡ് ലൈൻ ഓപ്പറേറ്റേഴ്സിന്റെ ജോലി പോയി. ATMസും ഓൺലൈൻ ബാങ്കിങ്ങും ഒക്കെ വന്നപ്പോൾ ബാങ്ക് ടെല്ലേഴ്സിന്റെ ആവശ്യം കുറഞ്ഞു. ഇങ്ങനെ പറയാനായിട്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ സാധാരണ ടെക്നോളജികളൊക്കെ കുറച്ച് മേഖലകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ. എന്നാൽ AI-യുടെ പ്രത്യേകത എന്നത് എല്ലാ മേഖലകളിലെ തൊഴിലവസരങ്ങളെയും ഇത് ബാധിക്കും. ഇത്രയും കാലം മനുഷ്യന് മാത്രമേ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അതും AI-ക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും സെക്കൻഡുകൾക്കുള്ളിൽ പുതിയ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ശക്തി ഇന്ന് AI-ക്കുണ്ട്. പണ്ടൊക്കെ ഫോട്ടോഷോപ്പിൽ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യണമായിരുന്നു. എന്നാൽ ഇന്ന് എന്താണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ഫോട്ടോഷോപ്പിന് പറഞ്ഞു കൊടുത്താൽ മതി, അത് തന്നെ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യും. ചിത്രം വരയ്ക്കാൻ മാത്രമല്ല, മനോഹരമായ സംഗീതം രചിക്കാൻ, കഥ എഴുതാൻ, സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ, അങ്ങനെ സകല കാര്യങ്ങളും ചെയ്യാൻ ഇപ്പോൾ AI പ്രാപ്തമാണ്. ഇങ്ങനെ ക്രിയേറ്റീവായ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുമെന്നത് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രത്തോളം പുരോഗമിച്ചുവെന്നതിന് തെളിവാണ്. അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ AI ടെക്നോളജികളെ അവതരിപ്പിക്കുന്നുവോ ആ മേഖലകളിലൊക്കെയുള്ള ദശലക്ഷക്കണക്കിന് പേരുടെ ജോലികൾ നഷ്ടമാകും. ചിന്തിക്കുമ്പോൾ ഇത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയായിട്ട് തോന്നും. എന്നാൽ യാഥാർത്ഥ്യം എന്നത് ശരിക്കും പഴയ തൊഴിലവസരങ്ങളാണ് നഷ്ടമാകുന്നത്. പഴയ തൊഴിലുകൾ മൺമറയുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് റോബോട്ടിക് ഉപകരണങ്ങൾ അസംബ്ലി ലൈൻ തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തിയപ്പോൾ റോബോട്ടിക് ഉപകരണങ്ങളുടെ ഡിസൈനിങ്ങിനും പ്രോഗ്രാമിങ്ങിനും മെയിൻ്റനൻസിനുമൊക്കെ വേണ്ടി ഒരുപാട് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2025 ആകുമ്പോഴേക്കും ലോകത്തിലെ 8.5 കോടി തൊഴിലുകളാണ് റോബോട്ടിക്സ് കാരണം നഷ്ടമാകാൻ പോകുന്നത്. എന്നാൽ അതേസമയം തന്നെ 9.7 കോടി പുതിയ തൊഴിലുകളാണ് അത് കാരണം ഉണ്ടാകുന്നത്. ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരിക്കലും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നില്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിർമ്മിക്കാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും മെച്ചപ്പെടുത്താനും അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ തൊഴിലവസരങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയണമെന്ന് മാത്രം. അല്ലായെങ്കിൽ അറിയുന്നവരതിനെ ഉപയോഗിച്ച് മുന്നേറുകയും അല്ലാത്തവർ പിന്നിലോട്ട് പോവുകയും ചെയ്യും. തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നുവെന്നത് AI-യുടെ പ്രശ്നമല്ല. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാത്തവരുടെ പ്രശ്നമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ AI-യുടെ ഏറ്റവും പ്രധാന പ്രശ്നമെന്നത് അതിന്റെ ഉപയോഗവും ശക്തിയും കൃത്യമായി തിരിച്ചറിയുകയും അതിനെ ദുരുപയോഗിക്കുകയും ചെയ്യുന്നവരാണ്. പലതരം കമാൻഡുകൾ നൽകി ഒരു യന്ത്രത്തിനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന ടെക്നോളജി ആയിരുന്നു പണ്ടത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത്തരം AI-കൾക്ക് എന്തൊക്കെ അറിവുകൾ നൽകണമെന്ന് തീരുമാനിക്കുന്നത് അതിനെ നിർമ്മിക്കുന്ന പ്രോഗ്രാമറാണ്. ഈ പ്രോഗ്രാമർ അതിന് നൽകിയിട്ടുള്ള വിവരങ്ങൾ മാത്രമേ അതിനറിയുകയുള്ളൂ. സ്വന്തമായിട്ട് അറിവ് നേടാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ പഠിക്കാനോ അങ്ങനെ ഒന്നും സാധിക്കില്ല. എന്നാൽ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു പരിധിവരെയെങ്കിലും അത് സാധ്യമാണ്. അതിനൊരുത്തമ ഉദാഹരണമാണ് ജനറേറ്റീവ് AI-കൾ. ചിത്രങ്ങൾ, വീഡിയോകൾ, സംഗീതങ്ങൾ, ഗ്രന്ഥങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതുതായി നിർമ്മിക്കാൻ കഴിവുള്ളവയാണ് ജനറേറ്റീവ് AI-കൾ. സാധാരണ ഗൂഗിൾ അസിസ്റ്റന്റ് പോലെയുള്ള AI-കൾക്ക് അതിന്റെ പ്രോഗ്രാമർ അതിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ അവയ്ക്ക് പ്രവർത്തിക്കാനും ഫലങ്ങൾ നൽകാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ സ്വന്തമായിട്ടൊന്നും നിർമ്മിക്കാൻ കഴിയില്ല. എന്നാൽ ജനറേറ്റീവ് AI-കൾക്ക് അവയ്ക്ക് ലഭ്യമായ സകല ഡാറ്റകളും ഉപയോഗിച്ച് ആ ഡാറ്റയിൽ നിന്നും അറിവ് നേടാനും ഈ അറിവുകൾ ഉപയോഗിച്ച് പുതിയ കണ്ടന്റ് ഉണ്ടാക്കാനും പറ്റും. ഉദാഹരണത്തിന് ഗൂഗിൾ അസിസ്റ്റന്റിനോട് ഒരു കഥ പറയാൻ പറഞ്ഞാൽ നേരത്തെ തന്നെ അതിൽ ശേഖരിച്ചു വച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ലഭ്യമായതോ ആയ ഒരു കഥയായിരിക്കും പറയുന്നത്.
എന്നാൽ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനാണെങ്കിൽ ആരും രൂപപ്പെടുത്താത്ത ഒരു കഥ സ്വന്തമായിട്ട് രചിക്കാനാകും. പ്രശസ്തമായ ChatGPTയുടെ വരവോടെയാണ് ഇത്തരം ജനറേറ്റീവ് AIകൾ പ്രബലമാകാൻ തുടങ്ങിയത്. ഇന്ന് പല തരത്തിലുമുള്ള ജനറേറ്റീവ് AIകളും ഇന്റർനെറ്റിൽ ഫ്രീ ആയിട്ട് തന്നെ ലഭ്യമാണ്. അതിലേറ്റവും പ്രശസ്തമായത് തീർച്ചയായും ChatGPT തന്നെ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനോട് ചോദിക്കാം. എത്ര സങ്കീർണമായ പ്രോബ്ലത്തിനും അതിനുത്തരമുണ്ട്. കഥകൾ, സ്ക്രിപ്റ്റുകൾ, ഹോംവർക്കുകൾ, കോഡിംഗ്, പ്രോജക്ട്സ്, വെബ് ഡെവലപ്മെന്റ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അത് തന്നെയാണ് പ്രശ്നവും. കുട്ടികൾക്ക് ഹോംവർക്ക് നൽകുമ്പോൾ അത് ChatGPTയെ കൊണ്ട് എഴുതിക്കും. അതിലൂടെ കുട്ടികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അറിവുകൾ ചിലപ്പോൾ ലഭിക്കാതെ പോകും. അതുമാത്രമല്ല, ChatGPT എപ്പോഴും 100% ശരിയായ ഉത്തരങ്ങളല്ല നൽകുന്നത്. അതുകൊണ്ട് കുട്ടികൾ ഇതിലൂടെ തെറ്റായ വിവരങ്ങൾ പഠിക്കാനും സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ChatGPTയെ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ChatGPTയുടെ 7.5% കൂടുതൽ യൂസേഴ്സും ഇന്ത്യക്കാരാണ്. ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ആപ്പായ ഫിഷ്ബോളിന്റെ റിപ്പോർട്ട് പ്രകാരം അവരുടെ സർവേയിൽ 43% ജോലിക്കാരും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ChatGPTയെ ഉപയോഗിക്കുന്നുണ്ട്. അതിലും 70% കൂടുതൽ പേരും അവരുടെ മേലധികാരികൾ അറിയാതെയാണ് ഇത് ചെയ്യുന്നത്. കൂടുതൽ വേഗത്തിൽ ജോലി തീർക്കാൻ ഇത് വളരെ ഫലപ്രദമാണെങ്കിലും ഒരു കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡേറ്റ ഒരുപക്ഷെ ഇതിലൂടെ ചോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കാരണങ്ങളാൽ തന്നെ ചില രാജ്യങ്ങളിൽ AIകൾക്ക് വലിയ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൈന, റഷ്യ, ഇറാൻ, സിറിയ അങ്ങനെ നിരവധി രാജ്യങ്ങളിൽ ChatGPTയെ നിരോധിച്ചിട്ടുമുണ്ട്. എന്നാൽ ജനറേറ്റീവ് AIകളുടെ ദുരുപയോഗങ്ങൾക്ക് ഇതിനേക്കാൾ ഗുരുതരമാകാൻ കഴിയും. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇന്ത്യൻ റെസ്ലേഴ്സ് നടത്തിയ ഒരു പ്രൊട്ടസ്റ്റിനിടയിൽ അവരെ പോലീസ് പിടിച്ചുവെച്ചതിന്റെ ചിത്രം അവർ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. എന്നാൽ ഒരാൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആക്കി മാറ്റി. അതായത് അവർ പോലീസിന്റെ കൂടെ സഹകരിക്കുകയാണെന്ന രീതിയിൽ. 3 മാസങ്ങൾക്ക് മുന്നേ പെന്റഗണിൽ വലിയ സ്ഫോടനം സംഭവിച്ചുവെന്ന പേരിൽ ഒരു ചിത്രം സോഷ്യൽ മീഡിയകളിൽ വൈറലായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയൊരു ഇടിവുണ്ടാകാൻ അത് കാരണമായി. എന്നാൽ അത് വെറും ഒരു ഫേക്ക് ചിത്രമായിരുന്നു. ഇതെല്ലാം ജനറേറ്റീവ് AI പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ്. എഡിറ്റിംഗിന്റെ യാതൊരു വശങ്ങളും അറിയില്ല എങ്കിലും ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ഇത്തരം വ്യാജ ചിത്രങ്ങൾ ആർക്ക് വേണമെങ്കിലും നിർമ്മിക്കാനാകുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതും ഫ്രീ ആയിട്ട് തന്നെ. ഒരു ഫോട്ടോയിൽ എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടതെന്ന് AIക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഉദാഹരണത്തിന്, ഈ ഫോട്ടോയിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കാണുന്ന നായ ശരിക്കും സാങ്കല്പികമാണ്. അതുപോലെ തന്നെ അടുത്തു നിൽക്കുന്ന പൂച്ചയും. അതുകൊണ്ടും തീരുന്നില്ല, ഈ കാണുന്ന ചെടിയും യഥാർത്ഥത്തിൽ സാങ്കല്പികമാണ്. എല്ലാം മായ. കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റിയാലും സാധാരണക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഡോഗ്, കാറ്റ് എന്നൊക്കെയുള്ള നിസ്സാരമായ കമാൻഡുകളിലൂടെയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഇതുപോലെ ഫോട്ടോകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പല തരത്തിലുമുള്ള വ്യാജ പ്രചരണങ്ങൾക്കും സാധ്യതകൾ ഒരുക്കും. ഫോട്ടോഷോപ്പ് ബീറ്റയും മിഡ്ജേണിയും സ്റ്റേബിൾ ഡിഫ്യൂഷനുമാണ് നിലവിൽ ഏറ്റവും പ്രശസ്തമായ ജനറേറ്റീവ് AIകൾ. യാഥാർത്ഥ്യത്തിനെ വെല്ലുന്ന ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഈ പ്രോഗ്രാമുകൾക്ക് കഴിയും. അതിനൊരുത്തമ ഉദാഹരണമാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ സോഷ്യൽ മീഡിയകളിൽ വൈറലായ പോപ്പ് ഫ്രാൻസിസിന്റെ ചിത്രം. ഒറ്റ നോട്ടത്തിൽ ഇത് ഫേക്ക് ആണെന്ന് ആരും തന്നെ പറയില്ല. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ഇത് ഫേക്ക് ആണെന്ന് തിരിച്ചറിയാനുള്ള പല അടയാളങ്ങളുമുണ്ട്. ഒരാൾ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ, ഇല്ലീഗൽ സ്ഥലത്തിൽ ഒരാൾ നിൽക്കുന്നതായിട്ടോ, മോശമായ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നതായിട്ടോ, അങ്ങനെ പല രീതിയിലും ഇത്തരം AIകളെ നമുക്ക് ദുരുപയോഗിക്കാനാകും. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ജനറേറ്റീവ് AIയുടെ മറ്റൊരു പ്രത്യേകതയാണ് വോയിസ് ക്ലോണിംഗ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ഒരാളുടെ ശബ്ദത്തിനെ ക്ലോൺ ചെയ്യുന്ന AI പ്രോഗ്രാമുകളാണ്. നിങ്ങൾ ഈ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ ഫ്രീമൻ മോർഗന്റെ ശബ്ദമല്ല. ഇത് പൂർണ്ണമായും AI നിർമ്മിച്ച ശബ്ദമാണ്. ഇതുപോലെ ആരുടെ ശബ്ദം വേണമെങ്കിലും AIകൾക്ക് അനുകരിക്കാനാകും. പറയേണ്ടത് എന്താണെന്ന് നമ്മൾ എഴുതി കൊടുക്കേണ്ട കാര്യം മാത്രമേയുള്ളൂ. വ്യത്യസ്തമായ ഭാഷയിൽ വരെ അത് സംസാരിക്കും. അതും വെറുതെ ഒരു റോബോട്ട് പറയുന്നത് പോലെ അങ്ങ് ചുമ്മാ പറയുകയല്ല ചെയ്യുന്നത്. മറിച്ച് കൃത്യമായ മനുഷ്യഭാവവും ശൈലിയും ഒക്കെ ഉപയോഗിച്ചാണ് പറയുന്നത്. യുഎസിലെ അരിസോണയിൽ കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ഒരു സംഭവമുണ്ടായി. ഒരു തട്ടിപ്പുകാരൻ ഒരു പെൺകുട്ടിയുടെ ശബ്ദം AIയുടെ സഹായത്തോടെ ക്ലോൺ ചെയ്യുകയും അതുപയോഗിച്ച് അവളുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി പണം നേടാൻ ശ്രമിക്കുകയും ചെയ്തു. നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നുവെന്നും മകളെ തിരിച്ചു വേണമെങ്കിൽ 8 കോടി രൂപ വേണമെന്നും പറഞ്ഞായിരുന്നു ഭീഷണി.
ഇതുപോലെ ഒരാൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്ന് വരുത്തി തീർക്കാൻ ഇത്തരം വോയിസ് ക്ലോണിംഗ് ടെക്നോളജികളെ ദുരുപയോഗിക്കാനാകും. ഈ പറഞ്ഞ ധാർമ്മിക പ്രശ്നങ്ങളാണ് ഇന്ന് AI-കളെ പലരും ഭയത്തോടെ കാണുന്നതിൻ്റെ പ്രധാന കാരണം. പക്ഷേ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല പ്രശ്നം, മറിച്ച് അത് ദുരുപയോഗം ചെയ്യുന്നവരാണ്. എന്തായാലും ChatGPT പോലെയുള്ള ശക്തമായ AI-കളെ ഇന്ന് പലരും റോബോട്ടുകളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി സിനിമകളിലൊക്കെ കാണുന്നത് പോലെ സംഭവിക്കുമോ എന്ന് ഭയപ്പെടേണ്ട. എന്തെന്നാൽ ഗൂഗിൾ അസിസ്റ്റന്റ് ആയിരുന്നാലും അലക്സ ആയിരുന്നാലും ChatGPT ആയിരുന്നാലും അങ്ങനെ ഇന്ന് നിലവിലുള്ള ഏതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരുന്നാലും അതിന് മനുഷ്യന്റെ അത്ര ചിന്താശേഷിയോ ബുദ്ധിശക്തിയോ ഇല്ല. അതുകൊണ്ട് സിനിമകളിൽ കാണുന്നത് പോലെ ഒരു വലിയ AI യുദ്ധമൊക്കെ സംഭവിക്കുമോ എന്ന് നിലവിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് വെറും കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് മാത്രമാണ്. അവർക്ക് നമ്മെ നശിപ്പിച്ചിട്ട് യാതൊരു നേട്ടവുമില്ല. എന്നിട്ടും എന്തിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഭയക്കുന്നത്? ബിൽഗേറ്റ്സും എലോൺ മസ്കും പോലെയുള്ള 100-ൽ പരം സാങ്കേതിക നേതാക്കൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന പേരിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നിയന്ത്രിക്കണമെന്ന പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് എന്തിനാണ്? അവരുടെ അഭിപ്രായ പ്രകാരം ന്യൂക്ലിയർ യുദ്ധങ്ങളെ ഭയക്കുന്നത് പോലെ തന്നെ AI-കളെയും നമ്മൾ ഭയക്കേണ്ടതുണ്ട്. എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? ഇതിന് പല കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനുഷ്യന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ സ്വാധീനിക്കുന്ന വൈകാരികവും മാനസികവുമായ ഘടകങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് AI-ക്കില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ തൊടുന്ന എന്തിനേയും സ്വർണമാക്കാൻ വരം കിട്ടിയ രാജാവിന്റെ അവസ്ഥയായിരിക്കും ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നിർമ്മിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയും. ഉദാഹരണത്തിന്, ഭാവിയിൽ ഒരു ശക്തമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിക്കുകയും അതിന് കാലാവസ്ഥ 100% കൃത്യതയോടെ പ്രവചിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തുവെന്ന് കരുതുക. അപ്പോൾ അതിനുവേണ്ട മാർഗങ്ങൾ തേടുന്നതിനിടയിൽ കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ കൂടുതൽ കൃത്യതയോടെ കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയുമെന്ന് AI-ക്ക് മനസ്സിലാകും. കമ്പ്യൂട്ടിംഗ് പവർ കൂടുതലും ഉപയോഗിക്കുന്നത് മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യരെ മൊത്തം നശിപ്പിച്ചാൽ അതിന് കൂടുതൽ കൃത്യമായി കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയുമെന്ന കാര്യം അത് തിരിച്ചറിയും. അങ്ങനെ അതൊരു മാരകമായ ബയോളജിക്കൽ വെപ്പൺ അല്ലെങ്കിൽ ഒരു വലിയ ന്യൂക്ലിയർ വെപ്പൺ പുറത്തുവിട്ട് മനുഷ്യരാശിയെ മുഴുവൻ നശിപ്പിക്കും. അപ്പോൾ അതിന് മുഴുവൻ കമ്പ്യൂട്ടിംഗ് പവറും ഉപയോഗിച്ച് കൃത്യമായി കാലാവസ്ഥ പ്രവചിക്കാനാകും. പക്ഷെ അത് കാണാൻ മനുഷ്യരൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് മാത്രം. ഇതുപോലെ തത്വചിന്തകനായ നിക് ബോസ്ട്രം പറഞ്ഞ മറ്റൊരു ഉദാഹരണമുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു AI-ക്ക് പേപ്പർ ക്ലിപ്പിന്റെ നിർമ്മാണം പരമാവധിയാക്കാൻ പറഞ്ഞാൽ ആദ്യം അത് ലോകത്തിനെ മുഴുവൻ പേപ്പർ ക്ലിപ്പുകളാക്കി മാറ്റും. പിന്നെ അത് സൗരയൂഥത്തിനെ മാറ്റും. അവസാനം ഈ പ്രപഞ്ചത്തിനെ തന്നെ മുഴുവനായും അത് പേപ്പർ ക്ലിപ്പുകളാക്കി മാറ്റും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് AI ചെയ്തത്. പക്ഷേ അതിന്റെ പാർശ്വഫലങ്ങൾ തീവ്രമായി മാറി. ഇതാണ് AI-യുടെ ഏറ്റവും പ്രധാന പ്രശ്നമായി ഭൂരിപക്ഷം വിദഗ്ധരും പരിഗണിക്കുന്നത്. സ്പെസിഫിക്കേഷൻ ഗെയിമിംഗ് എന്നാണ് ഈ ഒരു പ്രശ്നത്തിന് പറയുന്ന പേര്. മനുഷ്യന് ഭീഷണിയാകുന്ന ഒരു സാങ്കേതിക വിദ്യകളുമായും ഇത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കണക്ട് ചെയ്യാതിരുന്നാൽ ഈ ഒരു പ്രശ്നത്തിനെ ഒരുപക്ഷെ നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ AI-കളിൽ സ്പെസിഫിക്കേഷൻ ഗെയിമിംഗ് സംഭവിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് അതാർക്കും തന്നെ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് സാങ്കേതിക വിദഗ്ധരിൽ വലിയൊരു ശതമാനവും AI-കളെ നിയന്ത്രിക്കണമെന്നും നിരോധിക്കണമെന്നുമൊക്കെ പറയുന്നത്. സ്പെസിഫിക്കേഷൻ ഗെയിമിങ്ങിന്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ് യൂട്യൂബ്. കാഴ്ചക്കാരുടെ ശ്രദ്ധയെ ആകർഷിപ്പിക്കുകയും അവരെ യൂട്യൂബിൽ പിടിച്ചിരുത്താൻ പരമാവധി ശ്രമിക്കുക എന്നതുമാണ് യൂട്യൂബ് അൽഗോരിതത്തിന്റെ കർത്തവ്യം. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനിടയിൽ അത്യധികം സെൻസേഷണലായ ചില മോശം വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിലത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നല്ലാതെ മനുഷ്യരാശിയെ മുഴുവൻ വംശനാശത്തിലെത്തിക്കാനൊന്നും കഴിയില്ല. പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ആദ്യം പറഞ്ഞതുപോലെ AI-കൾക്ക് ഒരുപാട് നല്ല വശങ്ങളുമുണ്ട്. അതിനെ നമ്മൾ നല്ലതിനു വേണ്ടി ഉപയോഗിച്ചാൽ അതിലൂടെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം. മോശമായിട്ട് ഉപയോഗിച്ചാൽ ലോകത്തിനെ കഷ്ടത്തിലാക്കുകയും ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.